എല്ലാവർക്കും നമസ്കാരം. അസസ്മെൻറ്റ് ഫോർ ലേണിങ്ങിൻ്റെ 5ാമത്തെ മൊഡ്യൂളിൽ നിന്ന് പഠിക്കേണ്ട ഒരു ഭാഗമാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. ഈ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി 3 ടൈപ്പാണ്: അരിത്മെറ്റിക് മീൻ, മീഡിയൻ, മോഡ്. ഈ മൂന്നും വെച്ചിട്ട് പ്രോബ്ലംസ് എക്സാമിന് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഓരോന്നിൻ്റെയും പ്രോബ്ലംസ് എങ്ങനെ ചെയ്യണമെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ അരിത്മെറ്റിക് മീൻ ആണ്. അരിത്മെറ്റിക് മീൻ ഡിനോട്ട് ചെയ്യുന്നത് എക്സ് ബാർ എന്നാണ്. അതിൽ 3 ടൈപ്പിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാനുണ്ട്: ഇൻഡിവിജ്വൽ സീരീസ്, ഡിസ്ക്രീറ്റ് സീരീസ്, കണ്ടിന്യൂസ് സീരീസ്. ഇതിൽ ഇൻഡിവിജ്വൽ സീരീസിനെയും ഡിസ്ക്രീറ്റ് സീരീസിനെയും അൺഗ്രൂപ്പ്ഡ് ഡാറ്റാസ് എന്നും കണ്ടിന്യൂസ് സീരീസിനെ ഗ്രൂപ്പ്ഡ് ഡാറ്റാസും എന്ന് പറയപ്പെടുന്നു. ഇനി നമുക്ക് ഈ ഇൻഡിവിജ്വൽ സീരീസിലും ഡിസ്ക്രീറ്റ് സീരീസിലും കണ്ടിന്യൂസ് സീരീസിലും എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യണമെന്നുള്ളത് നോക്കാം. അരിത്മെറ്റിക് മീൻ ഇൻഡിവിജ്വൽ സീരീസിൽ ഇക്വേഷൻ വരുന്നത് സിഗ്മ എക്സ് ബൈ എൻ. എൻ എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ് ആണ്. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ക്ലിയർ ചെയ്ത് തരാം. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ: കാൽക്കുലേറ്റ് ദ മീൻ ഓഫ് ദി സ്കോഴ്സ് 9, 3, 4, 5, 6, 4. ഈ നമ്പേഴ്സിൻ്റെ മീൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം ഇതൊരു ഇൻഡിവിജ്വൽ സീരീസാണ്. ഫ്രീക്വൻസി ഒന്നും തന്നിട്ടില്ല, നമ്പേഴ്സ് മാത്രമേ തന്നിട്ടുള്ളൂ, റോ ഡാറ്റാസ് മാത്രമേ ഇതിലുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് ഇൻഡിവിജ്വൽ സീരീസാണ്. മീൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഇൻഡിവിജ്വൽ സീരീസ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് ആ ഇൻഡിവിജ്വൽ സീരീസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് സിഗ്മ എക്സ് ബൈ എൻ ആണ്. അപ്പോൾ ഈ നമ്പേഴ്സ് സിഗ്മ എക്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ ടോട്ടലാണ്. അപ്പോൾ 9 + 3 + 4 + 5 + 6 + 4 തന്നിരിക്കുന്ന നമ്പേഴ്സിൻ്റെ ടോട്ടല് ഡിവൈഡഡ് ബൈ എത്ര നമ്പേഴ്സ്? 1, 2, 3, 4, 5, 6. നമ്മൾ എൻ എന്നുള്ളത് 6 എഴുതേണ്ടത്. അപ്പോൾ ഈ സിഗ്മ എക്സ് എന്ന് പറയുന്നത് 31ഉം എൻ എന്ന് പറയുന്നത് 6ഉമാണ്. അപ്പോൾ നമുക്ക് ആൻസർ 5.17 ലഭിക്കും. അപ്പോൾ ഇൻഡിവിജ്വൽ സീരീസ് എങ്ങനെയാണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, അരിത്മെറ്റിക് മീൻ ഡിസ്ക്രീറ്റ് സീരീസിൽ എങ്ങനെയാണ് കാണുന്നെന്ന് ഉള്ളതാണ്. അപ്പോൾ അരിത്മെറ്റിക് മീൻ ഡിസ്ക്രീറ്റ് സീരീസിൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സിഗ്മ എഫ് എക്സ് ബൈ എൻ. എൻ എന്ന് പറയുന്നത് ഫ്രീക്വൻസിയുടെ ടോട്ടലാകുന്നു. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാൻ: കാൽക്കുലേറ്റ് മീൻ ഓഫ് ദി ഡാറ്റ. സ്കോറും തന്നിട്ടുണ്ട്, ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തന്നേക്കുന്ന സ്കോറിനെയും ഫ്രീക്വൻസിനെയും നമുക്ക് താഴോട്ട് എടുത്തെഴുതാം. അപ്പോൾ ഇതിൽ സ്കോറ് എന്ന് പറയുന്നതാണ് എക്സ് ആയിട്ട്, ക്യാപിറ്റൽ ലെറ്റർ എക്സ് ആയിട്ട് ഡിനോട്ട് ചെയ്യേണ്ടത്. ഫ്രീക്വൻസിനെ സ്മോൾ ലെറ്റർ എഫ് ആയിട്ടും ഡിനോട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എക്സ് എന്നുള്ളിടത്ത് സ്കോറുകൾ താഴെയായിട്ട് എഴുതി, എഫ് ഫ്രീക്വൻസി എന്നുള്ളത് താഴെയായിട്ട് എഴുതി. അതിനുശേഷം നമുക്ക് വേണ്ടത്, നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് സിഗ്മ എഫ് എക്സ്, എഫ് ഇൻറ്റു എക്സ് ഇവിടെ വേണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 3ാമത്തെ കോളത്തിൽ എഫ് ഇൻറ്റു എക്സ് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ 10 × 8 80, 21 × 10 210, 55 × 2 110, 42 × 6 252, 7 × 3 21. സിഗ്മ എഫ് എക്സ് 673 ലഭിച്ചു. അതായത് ഈ എഫ് എക്സിൻ്റെ ടോട്ടലാണ് സിഗ്മ എഫ് എക്സ്. അത് ഡിവൈഡഡ് ബൈ എൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ പറഞ്ഞായിരുന്നു ടോട്ടൽ ഓഫ് ഫ്രീക്വൻസി. ഫ്രീക്വൻസിയുടെ ടോട്ടലാണ് എൻ. അപ്പോൾ എൻ എന്ന് പറയുന്നത് ഫ്രീക്വൻസിയുടെ ടോട്ടൽ 135. അപ്പോൾ നമുക്ക് 673 / 135 ചെയ്യുമ്പോൾ 4.99 ആൻസറായിട്ട് ലഭിക്കും. ഇപ്പോൾ തന്നിരിക്കുന്ന ഡാറ്റാസിനെ സ്കോറിനെ എക്സ് ആയിട്ടും ഡിനോട്ട് ചെയ്യുക, ഫ്രീക്വൻസിനെ സ്മോൾ ലെറ്റർ എഫ് ആയിട്ടും ഡിനോട്ട് ചെയ്യുക. അതിനുശേഷം ഇത് രണ്ടും കൂടി തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കണം. എഫിൻ്റെയും ടോട്ടൽ കണ്ടുപിടിക്കണം, എഫ് എക്സിൻ്റെയും ടോട്ടൽ കണ്ടുപിടിക്കണം. അതിനുശേഷം നമുക്ക് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമുക്കതിൻ്റെ ആൻസർ ലഭിക്കും. നെക്സ്റ്റ് പഠിക്കേണ്ടത് അരിത്മെറ്റിക് മീൻ കണ്ടിന്യൂസ് സീരീസിൽ എങ്ങനെയാണെന്നുള്ളതാണ്. ഇപ്പോൾ ഡിസ്ക്രീറ്റ് സീരീസിലെ ഇക്വേഷൻ എന്താണോ അത് തന്നെയാണ് കണ്ടിന്യൂസ് സീരീസിലെ ഇക്വേഷനും. എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ബൈ എൻ. എൻ എന്ന് പറയുന്നത് ടോട്ടൽ ഓഫ് ഫ്രീക്വൻസി. ഇത് ഡിസ്ക്രീറ്റ് സീരീസിലെ തന്നെ ഇക്വേഷൻ തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. നമുക്ക് കണ്ടിന്യൂസ് സീരീസിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. കണ്ടിന്യൂസ് സീരീസിൽ സ്കോഴ്സ് തരുന്നത്
അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും, ഗ്രൂപ്പ്ഡ് ഡാറ്റാസ് ആയിട്ടായിരിക്കും തരുന്നത്. 10 to 20, 20 to 30, 30 to 40, 40 to 50 അങ്ങനെ ഗ്രൂപ്പായിട്ടായിരിക്കും തരുന്നത്. അതിൻ്റെ ഓരോ ഫ്രീക്വൻസീസും തരും. ഇപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് എക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ മിഡ് വാല്യൂവിനെയാണ് എക്സ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടത്. ഇപ്പോൾ 10 to 20 എന്ന് പറയുമ്പോൾ 10 + 20/2 ചെയ്യുമ്പോൾ നമുക്ക് മിഡ് വാല്യൂ കിട്ടും. അല്ലെങ്കിൽ 10ൻ്റെയും 20ൻ്റെയും ഇടയിലുള്ള മിഡ് വാല്യൂ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം 15 ആണെന്ന്. അല്ലാത്തവർ 10 + 20/2 ചെയ്താൽ നമുക്ക് മിഡ് വാല്യൂ കിട്ടും. അപ്പോൾ 20 + 30/2 ചെയ്താൽ 25 കിട്ടും. അങ്ങനെ ഓരോന്നിൻ്റെയും മിഡ് വാല്യൂ കണ്ടുപിടിക്കുക. അതിനെയാണ് ഇവിടെ എക്സ് ആയിട്ട് എടുക്കേണ്ടത്. അതാണ് ഈ പ്രോബ്ലത്തിൽ ഓർത്ത് വയ്ക്കേണ്ടത്. നമുക്ക് തരുന്ന കണ്ടിന്യൂസ് സീരീസിൻ്റെ ഡാറ്റാസിൽ നിന്ന് അതിൻ്റെ മിഡ് വാല്യൂ ആണ് എക്സ് ആയിട്ട് എടുക്കേണ്ടത്. അതിനുശേഷം നമ്മൾ സാധാ ചെയ്യുന്ന പോലെ ഈ ക്യാപിറ്റൽ ലെറ്റർ എക്സിനെയും എഫിനെയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. ഇപ്പോൾ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ആൻസറുകൾ ലഭിക്കും. അതിനുശേഷം നമ്മൾ എഫ് എക്സിൻ്റെ ടോട്ടൽ കാണണം. അതുപോലെ തന്നെ എന്നിന് വേണ്ടി നമ്മൾ ഫ്രീക്വൻസിയുടെ ടോട്ടലും കാണണം. അതിനുശേഷം നമ്മൾ ഇക്വേഷൻസിലേക്ക് അപ്ലൈ ചെയ്യുക. നേരത്തെ ചെയ്ത അതേ മോഡൽ തന്നെ എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് എന്ന് പറയുന്നത് 13,000 ആണ്. 13,000 ഡിവൈഡഡ് ബൈ എൻ എന്ന് പറയുന്നത് 360 ആണ്. അപ്പോൾ 360 ഡിവൈഡ് ചെയ്യുമ്പോൾ 36.11 ലഭിക്കും. അപ്പം നമുക്ക് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ സ്കോറുകൾ ഇത് ഈ മോഡൽ ഡാറ്റാസ് തന്നെ 10 to 20, 20 to 30 എന്ന് പറയുമ്പോൾ ഈ സീരീസിൻ്റെ ഈ ആദ്യത്തെ സ്കോറിൻ്റെ അപ്പർ ലിമിറ്റ് തന്നെയായിരിക്കും അടുത്ത സ്കോറിൻ്റെ ലോവർ ലിമിറ്റ്. ഇപ്പോൾ ഇവിടെ 30 ആണെങ്കിൽ അടുത്ത സ്കോറിൻ്റെ ലോവർ ലിമിറ്റ് 30 അല്ല വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഡാറ്റാസിനെ പറയുന്ന പേരാണ് എക്സ്ക്ലൂസീവ് സീരീസ്. ഇത് എക്സ്ക്ലൂസീവ് മോഡലാണ് വരുന്നത്. ഇനി നമുക്ക് വേറൊരു മോഡലും കൂടി ഉണ്ട്, ഇൻക്ലൂസീവ് മോഡൽ. ഞാനത് കാണിച്ചു തരാം. ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ 0 to 10, 10 to 20, 20 to 30, 30 to 40 കണ്ട. അപ്പോൾ ഇതിൻ്റെ അപ്പർ ലിമിറ്റാണ് അടുത്തതിൻ്റെ ലോവർ ലിമിറ്റ്. ഈ സീരീസിനെ പറയുന്നതാണ് എക്സ്ക്ലൂസീവ് മോഡൽ. ഇൻക്ലൂസീവ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ അപ്പർ ലിമിറ്റ് അല്ല അടുത്തതിൻ്റെ ലോവർ ലിമിറ്റ്. അപ്പോൾ അങ്ങനെയുള്ള സീരീസിനെ പറയുന്ന പേരാണ് ഇൻക്ലൂസീവ് മോഡൽ. ഇപ്പോൾ അരിതമെറ്റിക് മീനെ സംബന്ധിച്ചിടത്തോളം എക്സ്ക്ലൂസീവ് ആയാലും ഇൻക്ലൂസീവ് ആയാലും നിങ്ങൾ അതിനെ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. സാധാരണഗതിയിൽ ഇപ്പോൾ മീഡിയനൊക്കെ കാണുകയാണെങ്കിൽ നമ്മൾ ഇൻക്ലൂസീവിനെ എക്സ്ക്ലൂസീവിലേക്ക് മാറ്റേണ്ടതുണ്ട്. പക്ഷേ അരിതമെറ്റിക് മീനിൻ്റെ കേസിൽ ക്വസ്റ്റ്യൻ ഇൻക്ലൂസീവ് മോഡലായാലും എക്സ്ക്ലൂസീവ് മോഡലായാലും ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല. മിഡ് വാല്യൂ കണ്ടുപിടിക്കുക, എഫ് എക്സ് ചെയ്യുക, അതിൽ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക. വേറെ ഒരു മാറ്റങ്ങളും വരുത്തേണ്ടതില്ല. അരിതമെറ്റിക് മീനിൻ്റെ കേസിൽ ഇൻക്ലൂസീവ് ആയാലും എക്സ്ക്ലൂസീവ് ആയാലും ഒരു മാറ്റങ്ങളും ഇല്ല. മിഡ് വാല്യൂ കണ്ടുപിടിക്കുക, അതുപോലെ തന്നെ എഫ് എക്സ് കണ്ടുപിടിക്കുക, ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.